ഹായ് ബഡീസ്, ഇന്ന് നമുക്ക് ഈ ലിവിങ് റൂം അപ്സൈക്കിൾ ചെയ്യാം. ഈ ലിവിങ് റൂം ആകെ ഈർപ്പമൊക്കെ വന്നിട്ട് ആകെ വൃത്തികേടാ. ആ സൈഡ് കണ്ടോ, താഴത്തേക്ക് നല്ല വൃത്തികേടായിട്ടായിരിക്കണത്. ഇത് കണ്ടോ, തൊടുമ്പോൾ ഒരു കരകരപ്പുണ്ട്. പിന്നെ അത് ഡാംനെസ് റിമൂവൽ പെയിൻറ്റ് ഞാൻ അടിച്ചായിരുന്നു. അപ്പം ഇപ്പം അവിടുന്ന് ഈർപ്പോ അങ്ങനെ വെള്ളമോ ഒന്നും വരുന്നില്ല. ഓൾ ക്ലിയർ ആണ്. പക്ഷെ നമ്മൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഐ തോട്ട് ലൈക്ക് നമുക്ക് വാൾപേപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മീഷോന്നാണ് ഞാൻ ഈ വാൾപേപ്പർ മേടിച്ചത് കേട്ടോ. എനിക്ക് ഈ കളറാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. പിന്നെ ഇതാണ് ദൈവങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. ഇതാകെ ഇച്ചിരിയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വേറൊരു ഗോൾഡൻ വാൾപേപ്പർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്രോഡർ ഫീൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് വാൾപേപ്പർ ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ സിമ്പിളാണ് കേട്ടോ. അവിടെ കണ്ടോ, മാർക്കിങ്സ് ഒക്കെ കണ്ടോ. അപ്പോൾ ഇങ്ങനെ മാർക്കിങ്സ് ഉള്ളതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാൻ വളരെ സിമ്പിളാണ്. ഇതെൻ്റെ കുഞ്ഞിക്കിളി എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഇതാണ് ഗോൾഡൻ വാൾപേപ്പർ. ദൈവങ്ങളുടെ അവിടെ ഗോൾഡൻ വാൾപേപ്പർ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിക്കിതിന് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുമ്പം പ്രത്യേക ഒരു രസമാണ്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്യാൻ. ഞാൻ ചെയ്യാമേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇത് സെറ്റ് ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു. പിന്നെ ഞാനിവിടെ കത്തി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്യണത്. ഇവരുടെ പേപ്പർ കട്ടർ ഉണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവരെവിടെയോ കൊണ്ട് അത് കളഞ്ഞു. അപ്പോൾ കിട്ടിയ സാധനം വെച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ കത്തി വെച്ച് കട്ട് ചെയ്തു. അങ്ങനെ വലിയ വൃത്തികേടൊന്നും ആയില്ല. നല്ല രീതിയിൽ തന്നെ അത് കട്ടായിട്ട് വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. ഒടിച്ചപ്പോൾ നല്ല രസമല്ലേ. ഇത് രണ്ടുപേരും കൂടി എന്നെ വല്ലാണ്ട് അങ്ങ് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ അപ്സൈക്ലിംഗ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. എന്തു ഭംഗിയല്ലേ ഇപ്പോൾ കാണാൻ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഡാംനെസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വീടിൻ്റെ ആ ലുക്കൊന്ന് എലിവേറ്റ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ വാൾപേപ്പർ മേടിച്ചൊട്ടിക്കുക കേട്ടോ. മീഷോയിലാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത അപ്സൈക്ലിംഗ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.